ഹായ് ഹലോ. അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വാൾ ഡെക്കോർ ഉണ്ടാക്കിയല്ലോ. നമ്മളൊരു ബോഗൻവില്ലൊക്കെ കൊണ്ടുപോയി നമ്മുടെ റൂമിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ ഡെസ്കിൽ കൊണ്ടുപോയി വെക്കാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഒരു കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞാനിവിടെ ഫോം ഷീറ്റാണ് എടുക്കുന്നത്. ഒരു വേസ്റ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് സെറ്റായി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏത് മോഡലാണോ വിചാരിച്ചിട്ട് ആ മോഡൽ എടുക്കാം. നിങ്ങൾക്ക് ഇനി മോഡൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പിൻട്രസ്റ്റ് പോയിട്ട് ജസ്റ്റ് ബോഗൻവില്ല ഫെയറി ഡോർ ഒക്കെ അടിച്ചു കൊടുത്താൽ സംഭവം കിട്ടും. ഓക്കെ. അപ്പോൾ അങ്ങനെ കിട്ടിയതിനു ശേഷം ആ കാർഡ്ബോർഡിനുള്ളിൽ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് അല്ലെങ്കിൽ ക്ലേ ഉണ്ടെങ്കിൽ ക്ലേ കൊണ്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് നമുക്ക് ഒരു ഫെയറി ഡോർ ഉണ്ടാക്കാം. ഓക്കെ. ഒരു വിന്റേജ് എസ്തറ്റിക് വൈബ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കമ്പിച്ചുള്ളിയൊക്കെ എടുത്തിട്ട് ഒരു മരം, നമ്മുടെ ബോഗൻവില്ല ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫെവിക്കോൾ കൊണ്ട് അത് ഒട്ടില്ല ഗൈസ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഗ്ലൂ ഗൺ തന്നെ എടുത്ത് ചെയ്ത്, അതാവും പിന്നെ അവിടെ പെട്ടെന്ന് ഒട്ടും ചെയ്ത് അവിടെ നിൽക്കുകയും ചെയ്ത്. മറ്റേ ഫെവിക്കോൾ ഞാൻ കുറെ നോക്കി, കാരണം എന്താ വെച്ചാൽ എന്റെ മരത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ചില്ലകളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ചില്ലകളായിരുന്നു. അപ്പോൾ അതതിൽ ഒട്ടിച്ചു കൊടുക്കാൻ കുറച്ച് പാടുപെട്ട്. എന്തായാലും അത് പോട്ടെ. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് അതിന്റെ അടിയിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക, ഒരു ഭംഗിക്കും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പെയിന്റിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ ചെറുതായിട്ടൊക്കെ വരച്ചു കൊടുത്താൽ മതി. അപ്പോഴും അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളം നനച്ചിട്ട് കുറച്ച് ഫെവിക്കോളും ആക്കിയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ചൂസ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഒരു 3 കളർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിങ്കില്, ഡാർക്ക്, ലൈറ്റ്, പിന്നെ ഒരു മീഡിയം ലെവലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3 ഷെയ്ഡ് ആക്കിയിട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു പിങ്ക് ആ ഒരു വൈബാണ്. ചിലർ പർപ്പിൾ ആ ഒരു ഷെയ്ഡിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പർപ്പിൾ, ലാവൻഡർ, വയലറ്റ്, അങ്ങനെ 3 ഷെയ്ഡിൽ വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒരു പിങ്ക്, മജന്ത ആ ഒരു ഷെയ്ഡാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും ഭംഗി വിചാരിച്ചല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അടിപൊളി ആവുമോ എന്നുള്ളത്. ഫസ്റ്റ് ടൈം ഞാൻ ടിഷ്യൂ കൊണ്ട് ഈ ആർട്ട് ചെയ്യണം തന്നെ. അപ്പൊ അതിന്റെ ചെറുതായിട്ടുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്രീൻ കളറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാതിൽമൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചപ്പ് പായൽ പൂപ്പലൊക്കെ പിടിച്ച പോലെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറഞ്ഞ വാതിലിന് ജസ്റ്റ് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അതിനൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മോഡേൺ രീതിയിലായി പോയി എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആദ്യം വാതിലിന് കളർ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. എന്തായാലും പോട്ടെ, സംഭവം ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണാൻ അടിപൊളിയായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചെയ്തു വരുമ്പോൾ ഇത്രക്കും ഭംഗിയാവുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ എല്ലാം ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അത്ര തന്നെ. ടാറ്റാ ബൈ, സീ യു.